ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ റോഡ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം എന്ന് പറയാൻ പറ്റത്തില്ല. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വെർജീനിയയിലെ വീലിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റേ ആയിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് രാവിലെ ന്യൂയോർക്കിലോട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണേ. അപ്പം ഇറങ്ങിയപ്പം നമ്മൾ രാവിലെ 7 മണിക്ക് ഇറങ്ങണം എന്ന് വെച്ചു. പക്ഷേ നമ്മൾ എല്ലാം റെഡിയായി ഒക്കെ വന്നപ്പോഴത്തേന് 8 മണിയായി. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിച്ചില്ല. പിള്ളേർ മാത്രം കുറച്ച് വഫിൾസും എന്തോ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഉടനെ തന്നെ ഒരു സബ്വേ കയറി അത് കുറച്ച് സാൻഡ്വിച്ചും ഒക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളങ്ങ് ട്രാവൽ ചെയ്യുകയാണേ. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ മഴയായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴെല്ലാം ഫുൾ മഴ. ഈ മഴ കാണുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമല്ലേ മഴ കാണുമ്പോൾ. അയ്യോ, ന്യൂയോർക്കിലെ വെതർ നോക്കിയപ്പോൾ അവിടെയും മഴ തന്നെ മഴ. പക്ഷേ ഈ മഴ നമ്മൾ ന്യൂയോർക്കിൽ പോകുന്ന വഴിക്ക് ഫുൾ മഴയാണെങ്കിൽ നമ്മളോർത്ത് 2 മണിക്കൂർ ഇനി ഞങ്ങൾക്ക് ഇവിടുന്നൊരു 6 hours ട്രാവലുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പം ഒരു 3 മണിയാകുമ്പോൾ എത്തുമ്പോഴത്തേനും മഴ നിൽക്കുകയായിരിക്കും എന്ന് വെച്ചു. പക്ഷേ ഈ മഴ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ നമ്മൾ ന്യൂയോർക്കിലോട്ട് കയറുമ്പോഴത്തേക്കും നമ്മുടെ ലാൻഡ്സ്കേപ്പ് ഒക്കെ അങ്ങ് മാറും കേട്ടോ. നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പാണ്, നല്ല രസമാണ് കാണാൻ. നല്ല ഹിൽസും കുറേ മരങ്ങളും അപ്പുറത്തെ സൈഡിൽ സിറ്റി അതായത് ഒരു എന്താ പറയുന്നത്, നമ്മളിങ്ങനെ എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ വെർജീനിയ വീലിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് മുഴുവൻ നമ്മൾക്ക് നൈനിത്താളിലെത്തിയൊരു ഫീലായിരുന്നു കേട്ടോ. വെർജീനിയ ആ ഒരു ഇതിന് വെച്ചാൽ ചെറിയൊരു ലൊക്കാലിറ്റിയാണ്. അവിടെ നല്ല നല്ല ഭംഗിയുള്ള വീടുകളും അങ്ങനെയൊക്കെ ഒരു സ്ഥലങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് പോകുന്ന വഴിയാണെങ്കിലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ന്യൂയോർക്കിൽ പോയിട്ട് നമുക്ക് അവിടെയെല്ലാം കറങ്ങുമ്പോൾ മഴ നമ്മളെ നമുക്കൊരു ഡിസ്റ്റർബ് ആവുമല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു ഒരു ടെൻഷൻ. അല്ലെങ്കിൽ നമുക്ക് ഈ ഡ്രൈവ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് മഴ, ചിലപ്പം കുറച്ച് കൂടുതൽ മഴ അങ്ങനെയൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് നല്ല നല്ല സ്ഥലങ്ങൾ കണ്ടു പോകാം, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഗോപു ഓടിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം മീര ഓടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഫ്രണ്ടിൽ വന്നിരുന്നു. ഗോപു അങ്ങ് പിള്ളേരുടെ പുറകെ പോയിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ വണ്ടിയുടെ സീറ്റ് പുറകിലായിട്ട് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഒരാൾക്ക് മോന് ശരിക്കും സുഖമായിട്ടിരിക്കാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 3 പേര് ഇരിക്കുമ്പോൾ കിടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇത് അങ്ങനെ നമ്മൾ നല്ല ഫണ്ട് സംസാരിച്ചും. ഞാൻ ന്യൂയോർക്കിൽ വന്നപ്പോൾ ഇതുവരെ ഇല്ലാത്ത സംഭവം, ഒരു മഴയാണ് ഈ സമയത്തെന്നൊക്കെ പറഞ്ഞ് ഇവർ കളിയാക്കുമായിരുന്നു കേട്ടോ. എന്തോ നമ്മൾ നേരത്തെ ഇത് നോക്കിയിട്ടില്ല ഈ ടൈപ്പിന്. മെമ്മോറിയൽ വീക്കെൻഡ് എന്നുള്ളതുകൊണ്ട് മീരയുടെയും കൂടെ അവധി അഡ്ജസ്റ്റ് ചെയ്ത് പിള്ളേരുടെ സ്കൂള് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പം എന്തായാലും മഴയാണെങ്കിൽ പിന്നെ അതനുസരിച്ചുള്ള കുറച്ച് നമ്മൾ ജാക്കറ്റ്സൊക്കെ എന്തായാലും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കത്തേക്ക് ലഞ്ച് എന്ത് കഴിക്കണം എന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഗോപു പറഞ്ഞു, ഇന്ന് ഏതായാലും നമുക്കൊരു ഇന്ത്യൻ ലഞ്ച് കഴിക്കാം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇതുവരെയും ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊന്നും പോയില്ലായിരുന്നേ. അവിടെ ഷിക്കാഗോയിലൊക്കെ പോയപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നമ്മൾ കയറിയില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏതായാലും നമുക്ക് ഇവിടുന്ന് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ തപ്പി വന്നപ്പം അലൻ ടൗൺ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ കയറാൻ നല്ല റിവ്യൂ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ഓർന്നു, എനിക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി എനിക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കാനേ തോന്നില്ല കേട്ടോ. നമുക്ക് വേറെ പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാമല്ലോ എന്ന് വെച്ചാൽ. അപ്പോൾ ഇവരെല്ലാവരും ഇന്ത്യൻ ഫുഡ് കഴിക്കാമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഏതായാലും ഇന്ത്യൻ കഴിക്കുന്നില്ല. അപ്പം നോക്കിയപ്പോൾ അവിടെ നേപ്പാളി ക്യുസിനും ഉണ്ട്. അപ്പോൾ നേപ്പാളി ക്യുസിൻ ഞാൻ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഈ സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വേറെ ഒരു സ്ഥലത്ത് ചെന്ന പോലെയാണ് കേട്ടോ. അപ്പോൾ ഗോപു പറയുന്നത് ഈ ഏരിയയിൽ അത്രയും ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു സിറ്റിക്കകത്ത് എൻട്രി ചെയ്യുന്ന കുറച്ച് പഴയ കാലത്തെ ബുട്ടീക്സും അങ്ങനെ കുറച്ച് ചെറിയ കാര്യങ്ങൾ മാത്രമേ. ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ ഒരു ചെറിയ ഒരു ഗ്രാമം എന്ന് പറഞ്ഞു, ആ ഗ്രാമത്തിലെ നമ്മളൊരു ജംഗ്ഷൻ പറയത്തില്ലേ, അതുപോലെയാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അങ്ങനത്തെ ഒരു ചെറിയൊരു ടൗണാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് അവിടെ ചെന്നപ്പോൾ അതിൻ്റെ പുറത്ത് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു കട ഒന്നുമില്ല കേട്ടോ. ഹിമാലയൻ എന്തോ സംതിങ് ആയിരുന്നേ. അപ്പോൾ നമ്മൾ കയറണമെന്ന്, അപ്പോൾ ആ ലൈനിൽ അങ്ങനെ കുറേ കടകളുണ്ട്, ഇറ്റാലിയൻ ഷോപ്സും ഒക്കെ ഉണ്ട്. അപ്പം പിള്ളേർ പറഞ്ഞു നമുക്കന്ന് ഇറ്റാലിയൻ ഷോപ്പിൽ കയറിയാലോ. വേണ്ട, നമ്മൾ വന്നതല്ലേ, ഇതിന് റിവ്യൂ നല്ലതാണ്, നമുക്ക് കയറിയേക്കാന്ന് വിചാരിച്ചിട്ട് ഈ ഹിമാലയൻ എന്തായാലും പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ മറന്നു കേട്ടോ. ഹിമാലയൻ അങ്ങനെയാണ് അതിൻ്റെ പേര്. കണ്ടോ, ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ ഒട്ടുമില്ല, ചെറിയൊരു എന്തോ ഒരു എൻട്രി വേ ഒക്കെ.
പക്ഷേ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ പാർത്താസിൻ്റെ അല്ല അയ്യപ്പാസിൻ്റെ പണ്ടത്തെ അഡ്വർടൈസ്മെൻറ്റ് പോലെ പുറത്തുനിന്ന് ചെറുന്നാലും അകത്ത് നല്ല വലിയ ഷോറൂമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് ലഞ്ചിൻ്റെ സമയമാണ്. അപ്പോൾ ആരുമില്ല, റെസ്റ്റോറൻറ്റിൽ ആരുമില്ല. ഞങ്ങൾ ആദ്യം ചെന്നപ്പം ഇവിടുത്തെ 2-3 ആൾക്കാർ അവിടെ നിന്ന് ഈ സ്പൈസ് ലെവലൊക്കെ അവരെങ്ങനെ ടോളറേറ്റ് ചെയ്യും, അവർ കഴിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ട, അവർക്ക് ഗോബി മഞ്ചൂരിയൻ വേണം. അപ്പോൾ ഇവർ ഇന്ത്യനൊക്കെ കഴിച്ചിട്ട് വല്ലപ്പോഴും അല്ലേ കഴിക്കുന്നത്. എനിക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റും ഇന്ത്യൻ ഫുഡും വേണ്ടെന്നായിരുന്നു കേട്ടോ. കാരണം നമ്മളതെല്ലാം കഴിച്ച് മടുത്തല്ലേ ചെന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും നേപ്പാളി ക്യൂസിൻ ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് അവരുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള അവിടുത്തെ സിഗ്നേച്ചർ അവരുടെ ഏറ്റവും നല്ലത് അതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഡിഷ് വാങ്ങിച്ചു കേട്ടോ. എന്തോ ആയിരുന്നു എൻ്റെ അമ്മ, ഞാൻ ഇതിൻ്റെയൊക്കെ പേര് മറന്നുപോയി. ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് എഴുതി കാണിക്കാം ഞാൻ എന്തോ വാങ്ങിച്ചത്. ഇപ്പം ഗോപു വാങ്ങിച്ചത് മട്ടൺ ബിരിയാണി, പിന്നെ ഒരു ചിക്കൻ ബിരിയാണി എക്സ്ട്രാ വാങ്ങിച്ചു, ഈ പിള്ളേർ കഴിക്കുമെന്ന് വെച്ചിട്ട്. പിന്നെ ഒരു നാനിൻ്റെ കൂടെ അവരുടെ ഒരു സിഗ്നേച്ചർ കറിയാണ് വാങ്ങിച്ചത്, ചിക്കൻ കറി തന്നെ ഒരു സിഗ്നേച്ചർ കറി. പിന്നെ ഒരു ഐസ് ടീ വാങ്ങിച്ചു, മാംഗോ ലസ്സി വാങ്ങിച്ചു. മീര പറഞ്ഞു അവിടുത്തെ മോമോസ് നല്ലതാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് മോമോസിൻ്റെ ഒരു പ്ലേറ്റ് വാങ്ങിച്ചു. പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് എൻ്റെ എന്താ പറയുന്നത്, ഇത് എൻ്റെ ഒരു നേപ്പാളി ഡിഷാണ്, സൂപ്പി നൂഡിൽസ് പോലെ ഇരിക്കുവേ. അതിനകത്തൊക്കെ ചിക്കൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറേ ക്യാബേജ്, കുറച്ച് നൂഡിൽസ്, പിന്നെ എൻ്റെ സൂപ്പ് ഇങ്ങനെ നമുക്കിങ്ങനെ നല്ലതായിട്ട് സൂപ്പ് കോരി കുടിക്കാം. അതിൻ്റെ സൂപ്പാണ് കേട്ടോ കൂടുതലും. അപ്പോൾ ഇവർ ഈ ബിരിയാണി ആദ്യം ട്രൈ ചെയ്ത് മട്ടൺ ബിരിയാണി. അപ്പോൾ എൻ്റെ ഡിഷ് വരാൻ കുറച്ച് സമയം എടുത്ത്. അതിൻ്റെ കൂടെ രായത്ത ഫ്രീ ഉണ്ട്. അതുപോലെ തന്നെ ഈ ചിക്കൻ കറി വാങ്ങിക്കുമ്പോൾ നാനും വാങ്ങിക്കുമ്പം 2 റൈസിൻ്റെ അത് കോംബോ പോലെയാണ് കേട്ടോ. അപ്പോൾ റൈസൊന്നും ആരും കഴിച്ചില്ല കേട്ടോ. അപ്പം ആദ്യം വന്ന കോളിഫ്ലവറിൻ്റെ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അത് നല്ല രസമായിരുന്നു, മഞ്ചൂരിയൻ. ബാക്കി ഇത് നാനും ആ കറിയാണ്, അവരുടെ സിഗ്നേച്ചർ എന്തോ ചിക്കൻ കറിയാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നില്ല. ഇപ്പോൾ ഇവർ കുഴപ്പമില്ല എന്നൊക്കെ പറയാം. എന്നോട് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ പറഞ്ഞപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഈ ഡിഷ് വന്നത്. ഇതിൻ്റെ പേര് ഞാൻ അന്നേരം അതിനകത്ത് നോക്കിയതാണ്, പിന്നെ മറന്നുപോയി. അപ്പോൾ അത് ഞാനിങ്ങനെ കഴിച്ചു നോക്കിയിട്ട് അതിനകത്ത് സൂപ്പ് കൊള്ളാം, ബാക്കിയൊന്നുമില്ല കേട്ടോ. അതിനകത്ത് ഇട്ടിരുന്ന നൂഡിൽസ് ഇല്ലേ, ആ നൂഡിൽസ് ഒരു തരി പോലും വെന്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ നൂഡിൽസ് അത്ര ഇഷ്ടപ്പെടാണ്ട് എൻ്റെ മുഖമൊക്കെ അങ്ങ് ക്ഷീണിച്ച് നമ്മൾ ടയേർഡായി കേട്ടോ. കാരണം ഉച്ചയായപ്പോഴത്തേനും അതിലിരുന്നിട്ട് അങ്ങനെ അത് ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല അതിനകത്തെ ഒന്നുമില്ല കേട്ടോ. കുറേ സുക്കിനി കണ്ടിച്ചിട്ടുണ്ട്, ക്യാബേജ് കണ്ടിച്ചിട്ടുണ്ട്, ചിക്കൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്, 2-3 ബ്രെഡ് ക്രബ്സും ഉണ്ട്, അത്രേ ഉള്ളൂ. ഞാനതിൻ്റെ പകുതി പോലും എനിക്ക് കഴിക്കാം. നൂഡിൽസ് ഞാൻ കഴിച്ച് നോക്കട്ടെ, എനിക്ക് ഭയങ്കര കട്ടിയ പോലെ തോന്നി, അതുകൊണ്ട് നൂഡിൽസ് ഞാൻ കഴിച്ചില്ല. ബാക്കി അതിനകത്ത് സൂപ്പൊക്കെ കുറച്ച് കുടിച്ചു. ഐസ് ടീ കൊണ്ടുവന്നപ്പം ഇതിനകത്തൊന്നും ഷുഗർ ഇല്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്, ആരും ഇല്ലായിരുന്നപ്പം നല്ല ഫ്രീ ആയിരുന്നു, നല്ല ലാവിഷായിട്ട് ലഞ്ചൊക്കെ കഴിച്ചു. ഇതാണ് കേട്ടോ മോമോസ് വന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ മോമോസ് അല്ല, റെഡ് കളർ ചട്നി അല്ല കിട്ടുന്നത് കേട്ടോ, വേറെ എന്തോ ഒരു ചട്നിയായിരുന്നു. അങ്ങനെ അവിടുന്ന് പിന്നെയും ഞങ്ങളെ യാത്ര തുടരുകയാണ്. യാത്ര തുടർന്നെന്ന് പറഞ്ഞാൽ പിന്നെയും മഴയും കൊണ്ട് തന്നെ നമ്മൾ പോവാണ് കേട്ടോ. മഴ ഫുൾ ടൈം മഴ. എന്നാലും ന്യൂയോർക്ക് എത്തുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ന്യൂയോർക്കിൽ, അപ്പോൾ അതിന് മെസ്സേജ് ചെയ്തപ്പോൾ അവരവിടെ ഇല്ല, ഔട്ട് ഓഫ് ടൗൺ എന്തോ ആണ്, അയ്യോ കാണാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ പക്ഷേ ആ മൊമെൻറ്റിലാണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മുടെ പ്ലാൻ ഫൈനൽ ആവാത്തതുകൊണ്ട് ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആരെയും മീറ്റ് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് അവിടെ കറങ്ങുക, തിരിച്ചു പോരുക എന്നുള്ള പ്ലാനാണ്. കാരണം നമ്മുടെ ട്രിപ്പ് കുറച്ച് ഷോർട്ട് ട്രിപ്പാണല്ലോ. കാരണം മീരയ്ക്ക് ട്യൂസ്ഡേ തിരിച്ച് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഏതായാലും വന്നതല്ലേ അങ്ങനെ കാണാമെന്നുള്ള ഇതിൽ ഇപ്പം ഇവിടെ വന്നപ്പോൾ കുറച്ച് മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒപ്പം നോക്കിക്കാൻ നല്ല രസമല്ലേ. നമ്മളങ്ങനെ നമ്മുടെ ഡ്രീം സിറ്റിയായ ന്യൂയോർക്കിലോട്ട് എൻട്രി ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞില്ല അന്ന് നമ്മൾ ഷിക്കാഗോയിൽ എൻട്രി ചെയ്തപ്പോൾ ഇതുപോലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അതുപോലെയാണ് കേട്ടോ നമുക്ക് ആദ്യമായിട്ട് വെൽക്കം ടു ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ ബോർഡ് കാണുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. എക്സൈറ്റ്മെൻറ്റ് നല്ലത് തന്നെയാണ്. നമ്മളത് ഹൈപ്പിന് പറ്റുന്ന തരത്തിലുള്ളതാണോ എന്ന് വെച്ചാൽ ഇതുവരെയായിട്ടും എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ തോന്നുന്നത്. എന്തായാലും വേറൊരു വൈബാണ്, വേറൊരു സിറ്റിയിലോട്ട് വരുന്നു. അതും ഇത്രയും നമ്മൾ കുറേ റീൽസും, നമ്മുടെ ഷാരൂഖ് ഖാൻ്റെ കുറേ റീൽസാണല്ലോ നമ്മൾ ബ്രൂക്ലിൻ ബ്രിഡ്ജിലും എല്ലാം കണ്ടിട്ടുള്ള റീൽസും അതൊക്കെ കാണുമ്പോഴത്തേനും ഒരു മീൻസ് നമുക്കെപ്പോഴും ന്യൂയോർക്ക് ഒരു ആദ്യമായിട്ട് വരുന്നവർക്ക് ന്യൂയോർക്ക് ഒരു അമേസിങ് സിറ്റിയാണ്. അങ്ങനെ നമ്മൾ ന്യൂയോർക്കിലോട്ട് എൻ്റർ ചെയ്യാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇപ്പം ചന്നമ്പിന്നം ചാർന്നു. എത്ര മഴയാണെങ്കിലും നമ്മൾ പോകേണ്ടിടത്തൊക്കെ പോകും കേട്ടോ. നമ്മൾ കുട പിടിച്ചിട്ടാണെങ്കിലും നമ്മൾ റെയിൻ കോട്ട് ഇട്ടിട്ടാണെങ്കിലും വന്നിട്ട് നമുക്ക് പോകാതിരിക്കുന്ന പ്രശ്നമില്ല, നമ്മൾ എല്ലായിടത്തും പോകും. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ട് ഇപ്പം മഴയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ടൈം മെയിൻ നമ്മുടെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇൻ്റർ കോണ്ടിനെൻ്റൽ, അതാണ് കേട്ടോ നമ്മുടെ അടുത്ത് ടൈം സ്ക്വയറിൻ്റെ അടുത്ത് തന്നെയാണ്.
അവിടോട്ട് നമ്മൾ ചെല്ലുന്ന സമയം, അതായത് അല്ല, ന്യൂയോർക്ക് സിറ്റിക്കകത്തോട്ട് എൻ്റർ ചെയ്തപ്പോഴത്തേനും ട്രാഫിക് ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് കേട്ടോ. നല്ല തിരക്കാണ്. അത് സ്കൈ ലൈൻ ശരിക്കും കാണാൻ പറ്റുന്നില്ല, കാരണം ക്ലൗഡി ആണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ദൂരെ നിന്നാലും ഞാൻ എടുത്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ ന്യൂയോർക്ക് സിറ്റിയിലോട്ട് എൻ്റർ ചെയ്യാണ്. തിരക്കിന് ഒരു കുറവില്ല. ലോങ് വീക്കെൻഡ് ആണല്ലോ, മൺഡേ എന്ന് പറയുന്നത് മെമ്മോറിയൽ ഡേ ആണ്. അപ്പം നല്ല എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സമയമാണ്. വെതർ മാത്രമാണ് നമ്മളെ ചതിച്ചത്, അല്ലെങ്കിൽ അടിപൊളിയായിരുന്നു. എന്നാലും നമ്മൾ എവിടെ ചെന്നാലും നിരാശപ്പെടാൻ പാടില്ല. നമ്മളിവിടം വരെ വന്നാണ്, നമ്മൾ അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്യും. അപ്പം എനിക്ക് ഈ കൂട്ടത്തിൽ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ഞാൻ ആദ്യം അപ്പം എനിക്ക് ഈ ന്യൂയോർക്ക്, അതായത് ഞാൻ US നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സും എൻ്റെ ചാനൽ മോണിറ്റൈസ് ചെയ്യണമെന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ചാനൽ മോണിറ്റൈസ് ആകാത്തവർക്ക് ഗീവ് അവേ വെക്കാമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ അങ്ങനെ ഒരു പ്ലാനുണ്ട്, ഞാൻ അതിനെപ്പറ്റി പറയാം. എനിക്ക് എൻ്റെ ചാനലിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാനൊരു ഗീവ് അവേ വെക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷോർട്സിൽ പിന്നെ പറയാം. അതിന് ഞാനൊന്ന് എൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കട്ടെ. നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവാതെ നമുക്ക് ഗീവ് അവേ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെപ്പറ്റി ഞാൻ തിരക്കിയിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആകുന്ന, അതായത് സബ്സ്ക്രൈബേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട്, എൻ്റെ ആരൊക്കെയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടി ഒരു ഗീവ് അവേ വെക്കുകയാണ്. അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ USA നിന്ന് കൊണ്ടുവരുന്ന ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ സിറ്റിയിലോട്ട് എൻ്റർ ചെയ്തു കേട്ടോ. നമ്മുടെ ഫേമസ് സിറ്റിയിലോട്ട് എൻ്റർ ചെയ്തപ്പോൾ ഇതാണ് കേട്ടോ സ്ഥിതി. ട്രാഫിക് ജാം തുടങ്ങി. നല്ല സമയമല്ലേ, കറക്റ്റ് സമയം 4 മണി കഴിഞ്ഞ സമയമാണ്, പീക്ക് ടൈം അല്ലേ. പിന്നെ ഇതുപോലത്തെ വീക്കെൻഡും. അപ്പം ഞാൻ ഓർത്തു നമ്മളിപ്പം പറയുന്നുണ്ട് മഴയൊക്കെ ആയിരുന്നു, ചിലപ്പോൾ റഷൊക്കെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതാണ്. റഷിനൊന്നും ഒരു കുറവില്ല. ആൾക്കാരെല്ലാം കോട്ടും ജാക്കറ്റും ഒക്കെ ഇട്ട് എൻജോയ് ചെയ്യാൻ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്ട്രീറ്റ് ഫുഡ്. പിന്നെ നമുക്കറിയാമല്ലോ, ന്യൂയോർക്ക് എന്ന് പറയുന്ന ഒരു അടിപൊളി സിറ്റിയിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് അല്ലേ ഇവിടെ. അപ്പം അങ്ങനെ നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്യാം. പുതിയ പുതിയ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ടൈം സ്ക്വയറിൽ പോകാം. മഴയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, മഴ നമുക്ക് ഒരു ബാധകമല്ലാത്ത പോലെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യണം. അങ്ങനെയാണ് വിരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ പറഞ്ഞു ആരും വന്നില്ലെങ്കിൽ ഞാനും മീരയും കൂടെ എല്ലായിടത്തും പോകുമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ. പിള്ളേരും ഗോപും കൂടെ ഹോട്ടലിലിരുന്നോട്ടെ. അവർക്ക് അത്ര എൻജോയ് ചെയ്യും, മഴയൊക്കെ ആണെങ്കിലെന്ന് വെച്ചിട്ട്. എന്തായാലും നമ്മൾ അടിച്ചു പൊളിക്കും കേട്ടോ. ഞങ്ങൾ എല്ലാ ഫുഡും ട്രൈ ചെയ്യും. ഇവിടെ കുറേ നമ്മൾ ഫുഡിൻ്റെ ലിസ്റ്റൊക്കെ നോക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയാണ് ടോപ്പ് 10 ഫുഡ്സ് ഇൻ ന്യൂയോർക്ക് സിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ എന്തൊക്കെയാണ് ന്യൂയോർക്കിൽ വന്നിട്ട് കഴിച്ചതെന്നുള്ളതിൻ്റെ വ്ളോഗ് വേറെ ഇടാം. ഇപ്പം നമുക്ക് ഇങ്ങനെ പോയി ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനും, പിന്നെ നമുക്കിങ്ങനെ നടന്ന് നമുക്ക് നോക്കണ്ടേ ഈ സിറ്റിയിൽ എന്തൊക്കെയാണോ ഉള്ളതെന്ന്, നമ്മൾ ഈ ഹൈപ്പിന് പറ്റിയതാണോ എന്ന്. അവിടെ നോക്കി പോകണ്ടേ, ഇന്ത്യ അറ്റ് ടൈം സ്ക്വയർ ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഗോപു പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം അമ്മ അച്ഛനും അതുമ്പോൾ ഫുൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയായിരുന്നു നമ്മളെന്ന്. എനിക്ക് ഇന്ത്യൻ കഴിക്കേ വേണ്ട. ഇനി നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഇന്ത്യൻ കഴിക്കുന്നില്ല. നമ്മൾ ബാക്കി ഇവിടുത്തെ നമുക്ക് എന്തൊക്കെയാണ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ്, ലഞ്ച് എന്തൊക്കെയാണ്, സ്നാക്സ് എന്തൊക്കെയാണ്, സ്വീറ്റ്സ് എന്തൊക്കെയാണ്, ഡെസേർട്ട്സ് എന്തൊക്കെയാണ്, ഡ്രിങ്ക്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ പറ്റിയൊക്കെ നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ഈ സിറ്റി കറങ്ങാം. ചൈന ടൗണിൽ പോകണം, നമുക്ക് ബ്രൂക്ലിൻ ബ്രിഡ്ജ് പോകണം, ടൈം സ്ക്വയർ പോകണം. പിന്നെ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ലിസ്റ്റ്. നമുക്ക് 1.5 ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് 1.5-2 ദിവസം അപ്പം നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാം. പിന്നെ അതാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അതായത് ഈ വ്ളോഗ് ഇപ്പം ഞാനിപ്പം ഹോട്ടലിൽ ചെന്നിട്ട് എൻഡ് ചെയ്യണം കേട്ടോ. ഒത്തിരി ഇപ്പം തന്നെ 13 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഹോട്ടൽ ഇൻ്റർ കോണ്ടിനെൻ്റൽ ഹോട്ടലാണ്. അപ്പം നമ്മൾ പാർക്കിംഗ് അവർക്കില്ല. അവർക്കുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അവരുടെ ഓപ്പോസിറ്റാണ് ഒരു പാർക്കിംഗ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനവിടെ ഇറങ്ങിയിട്ട് ഈ ഗോപും മീരയും കൂടെ കൊണ്ടുപോയി കാറ് പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. നമ്മുടെ ഡ്രൈവ് ചെയ്താണല്ലോ പോയത്. അപ്പോൾ നമ്മൾ 2 ദിവസത്തേക്ക് പാർക്കിംഗ് ലോട്ടിൽ കാർ ഇടുകയാണ്. എന്നിട്ട് ഊബർ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നമുക്ക് ഏറ്റവും എളുപ്പം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ട്രാഫിക് ഒരു രക്ഷയില്ല. നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര തടസ്സങ്ങളായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും ഊബർ എടുത്തിട്ട് പോകാമെന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ പാർക്ക് ചെയ്യാനായിട്ട് പോയി. ഞങ്ങളിവിടെ ഇങ്ങനെ ഹോട്ടൽ ലോബിയിൽ വെയിറ്റ് ചെയ്തു. അവരവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ നമ്മൾ റൂമിലോട്ട് പോകാനായിട്ട് ഇരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഹോട്ടൽ. നല്ല ഹോട്ടലാണ്. വെളിയിൽ നിന്ന് ഇപ്പോൾ കണ്ടിപ്പോൾ നല്ല ഹോട്ടലാണ്, അകത്തും അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം അവിടെ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് കോഫി സ്റ്റേഷനും അവിടെ സ്നാക്സ് വെച്ചിരിക്കുന്നതും അത് നമ്മൾ ടച്ച് ചെയ്ത്, അതായത് നമ്മുടെ കൈ കൊണ്ട് പൊക്കിയിട്ട്, നമ്മളിങ്ങനെ പൊക്കിയിട്ട് വെക്കത്തില്ല, ചിലപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിട്ട് അങ്ങനെ നോക്കിയിട്ട് വെച്ചാൽ പോലും, അതായത് നമ്മൾ ഒരു പ്രാവശ്യം അത് ടച്ച് ചെയ്ത് ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് പേയബിൾ ആകും. അങ്ങനെയാണ്. അങ്ങനെ ഞാനും മോളും കൂടെ ലോബിയിൽ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ
അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേനും ഗോപുവൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റൂംസ് ആയിരുന്നു കേട്ടോ. 539ഉം 540 ആയിരുന്നു ഞങ്ങളുടെ റൂം. അങ്ങനെ ലഗേജൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ റൂമിൽ പോയി. ഇപ്പം ഇനി നമ്മൾ ഒരു റൂം ടൂർ കാണാവേ. നമ്മുടെ റൂം ടൂർ നടത്തുന്നത് നമ്മുടെ ധ്വനിയാണ് കേട്ടോ. We're gonna do a room tour in New York, Manhattan. So first of all, this is the doors to the bathroom. It's just like a sliding door, which is kind of cool. And then here is the toilet, and then the towels, the sink, and here's a bathtub and a shower up there. And these are the things that you use for it. And then there's like a trash can over there, and then that's more towels. And then how to close it, we just put it like this, so no one can see. Alright, so the next step is, this is the closet, which where hangers, there's a fluffy hanger, and then my hanger's like, this is an iron pad. I don't know what that is. Yes, it's an iron pad. Yeah. Okay. This is a safe place that you can keep locker. Yeah, like a locker or a safe. And then here was slippers. Okay, keep it back. And yeah, that's and there's the iron up there. Okay. Alright. And then next up is the main thing of the hotel. The beds. Like, it looks like this because I jumped on it. Oh. And then here's the table. And there is a thing that you can call someone. Okay, don't call. Keep it there back. Keep it back. And this is a timer. It's 6:39. And here you can get coffee or like water. Coffee station. It's a coffee station. But there are some snacks, but you cannot touch it because then It's you have to pay. These Use it. are room Pay and use service. things. Room service menus. And there's a little room there. Here, there's a curtain. There's a clear bar. So Okay. No. Okay. And then if when you're sleeping, you could just do that. Oh, right. Okay. And then for like this one, you can just like also do that. They both have things and then like that. And then that one looks good. And what's your plan for today? Our plan for today is that And who are going to sleep in this room now? Come. we're gonna just take some rest. Let's end up the video. Come. No, and then we're gonna That everyone knows that. Come. take some rest, and then we have to go to the Times Square. So Come here and see. this is all for right now. Goodbye. And what about the plans for today? The plans for today is like, We are going to rest for some time. yeah, and then we're gonna go to somewhere good, like Times Square, Brooklyn Bridge. And you guys want to see something cool? Bye-bye. No, not bye-bye. I have to say. Oh yeah, I forgot to do something. So, and then here It's okay, fine. is cabinet, so you can just put your clothes in there. And then here is the drinks, but you cannot touch them. They're also the same. And then that's all for today. Well, we're gonna do some plans later today. So bye.